സ്നേഹമുള്ളവരെ, ഈശോ ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അത്ഭുതം നേടാൻ വന്ന വ്യക്തികളോട്, അഥവാ അവരിൽ കുടികൊള്ളുന്ന ദുഷ്ടാരൂപികളോട്, അഥവാ അവരിൽ കുടികൊള്ളുന്ന രോഗങ്ങളോട് ഈശോ കൽപ്പിക്കുകയാണ് വിട്ടുപോകാൻ വേണ്ടി. നിനക്ക് കാഴ്ചശക്തി ഉണ്ടാകട്ടെ, നിനക്ക് കുഷ്ഠരോഗം മാറിപ്പോകട്ടെ, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ, ഇങ്ങനെയൊക്കെ കൽപ്പിക്കുകയാണ്. പന്നികളിൽ കൂടെയുള്ള പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞു, വിട്ടുപോയി. അപ്പോൾ എല്ലാം കൽപ്പനകളാണ്. ഈശോയുടെ കൽപ്പനകളുടെ മുമ്പിൽ എന്താണോ കീഴടങ്ങേണ്ടത്, എന്താണോ വിട്ടുപോകേണ്ടത്, അത് വിട്ടുപോകുന്നതായും കീഴടങ്ങുന്നതായും നമ്മൾ കാണുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൽ നോക്കിയാലും കാണാം, പല അത്ഭുതങ്ങളും സ്ലീഹന്മാർ ചെയ്യുന്നത് കൽപ്പന കൊടുത്തുകൊണ്ടാണ്. ദേവാലയ കവാടത്തിൽ ഭിക്ഷ യാചിച്ചിരുന്ന മുടന്തനോട് പത്രോസ് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ തരാൻ എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരാം, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. പത്രോസ് കൽപ്പിച്ചു, രോഗി രോഗസൗഖ്യം പ്രാപിച്ചു. അതുപോലെ പല അത്ഭുതങ്ങളും എടുത്തു നോക്കിയാൽ കാണാം. അവർ കൽപ്പിക്കുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പസ്തോല പ്രവർത്തനം 16:38 നമ്മൾ വായിക്കുന്നത്. ഇതാണ്: അപ്പോസ്തലന്മാർ ദേവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിശാച് ബാധിച്ച ഒരു സ്ത്രീ എല്ലാ ദിവസവും രാവിലെ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ പൗലോസ് ആ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. അപ്പം ദൈവനാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു കൽപ്പനയാണ്, വിട്ടുപോകും. ഉടനെ ആ പിശാച് വിട്ടുപോയി, ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ എല്ലാം കൽപ്പനകളാണ് നമ്മൾ കാണുന്നത്. ഇനി കൽപ്പിക്കാൻ, പിശാചിനോടും രോഗങ്ങളോടുമൊക്കെ കൽപ്പിക്കാൻ മനുഷ്യനെന്താ ശക്തി? മനുഷ്യന് ഒരു ശക്തിയുമില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരാം. ഇപ്പം എന്താണ് പത്രോസിലുണ്ടായിരുന്നത്? എനിക്കുള്ളത് നിനക്ക് തരാം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? പത്രോസിൻ്റെ ഉള്ളിൽ ദൈവശക്തിയുണ്ട്, ദൈവകൃപയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ആത്മാവിൻ്റെ വരങ്ങളുണ്ട്. ഇതൊക്കെയാണ് പത്രോസ് പറഞ്ഞത് എനിക്കുള്ളത്. എന്നിൽ ദൈവശക്തി നിറഞ്ഞിരിക്കുന്നു, എന്നിൽ ദൈവകൃപ നിറഞ്ഞിരിക്കുന്നു, എന്നിൽ ദൈവവിശ്വാസം നിറഞ്ഞിരിക്കുന്നു, എന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നു, എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഇത് നിനക്ക് ഗുണം കിട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാം. ഇത് നിനക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാം. ഇത് നിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കാം. ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ നിലപാട്. എന്നിൽ ദൈവശക്തിയുണ്ട്, എന്നിൽ ദൈവകൃപയുണ്ട്, എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്, എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുണ്ട്. ഇത് നിനക്ക് തന്നുകൊണ്ട്, അല്ല ഇത് നിനക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നിന്നെ സുഖപ്പെടുത്താൻ, നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് ചെയ്തു തരാൻ ഞാൻ ശ്രമിക്കും. അതാണ് പറഞ്ഞത്, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരാം. സ്വർണമുള്ളതുകൊണ്ട് രോഗിയെ സുഖപ്പെടുത്താൻ കഴിയില്ല, വെള്ളി ഉള്ളതുകൊണ്ട് രോഗിയെ സുഖപ്പെടുത്താൻ കഴിയില്ല, ഭൂസ്വത്തുള്ളതുകൊണ്ട് രോഗിയെ സുഖപ്പെടുത്താൻ കഴിയില്ല, ബാങ്ക് ബാലൻസ് ഉള്ളതുകൊണ്ട് രോഗിയെ സുഖപ്പെടുത്താൻ കഴിയില്ല, സമൂഹത്തിൽ പദവി ഉള്ളതുകൊണ്ട് രോഗിയെ സുഖപ്പെടുത്താൻ കഴിയില്ല, പിശാചിനെ പുറത്താൻ കഴിയില്ല. അതിനൊക്കെ വേണ്ടത്, ആരാണോ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയിൽ ദൈവസാന്നിധ്യം വേണം, ആ വ്യക്തിയിൽ ദൈവിക കൃപ വേണം, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം.
ഞാൻ അറുക്കുക, ഞാൻ സങ്കടപ്പെടുകയാണ്, ഞാൻ എളിമപ്പെടുകയാണ്, ഞാൻ ഒന്നുമല്ലാതായിത്തീരുക. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യേകിച്ച് ഇതുപോലെ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ. കാരണം എന്താണെന്നറിയാമോ? പത്രോസിനുണ്ടായിരുന്ന പോലെ, അപ്പോസ്തലന്മാരുണ്ടായിരുന്ന പോലെ ഒരു ദൈവിക നിറവ് എനിക്കില്ല, ഒരു ദൈവ കൃപ എനിക്കില്ല, ഒരു പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ അഭിഷേകം വേണ്ടത്ര അളവിൽ എനിക്കില്ല. പിന്നെ എന്താ എനിക്കുള്ളത്? കുറച്ച് സങ്കടവും, കുറച്ച് രോഗങ്ങളും, കുറച്ച് ടെൻഷനും, ഇതൊക്കെ എനിക്കുള്ളത്. ആ കൂട്ടത്തിൽ ഒരു പൊടി ദൈവവിശ്വാസവും, ഒരു പൊടി ദൈവ സാന്നിധ്യവും, ഒരു പൊടി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഇതാണുള്ളത്. ഈശോ പറഞ്ഞു, നിനക്ക് കടുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നീ മലയോട് മാറി കടലിൽ ചെന്ന് ആകാൻ അത് അനുസരിക്കും. ഇപ്പോൾ ഒരത്ഭുതം നടക്കാൻ ഒരു കടുകമണിയുടെ വിശ്വാസമെങ്കിലും മതി. അതുകൊണ്ട് എനിക്കുള്ള ആ കടുകമണി വിശ്വാസം ഉപയോഗിച്ച്, ആ കടുകമണി അഭിഷേകം ഉപയോഗിച്ച്, ആ കടുകമണി ദൈവസാന്നിധ്യം ഉപയോഗിച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അഥവാ നിങ്ങളെ ഉപദ്രവിക്കുന്ന ദുഷ്ടാരൂപികളോട്, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന രോഗങ്ങളോട്, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മകളോട്, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന അസ്വസ്ഥതകളോട് നിങ്ങളെ വിട്ടുപോകുവാൻ നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. കർത്താവായ ഈശോയെ, എനിക്കുള്ള അല്പവിശ്വാസവും ആത്മാവിൻ്റെ അഭിഷേകവും അല്പം ദൈവശക്തി ഉപയോഗിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകിയെത്തട്ടെ, നിൻ്റെ സൗഖ്യം ഞങ്ങളിലേക്ക് ഒഴുകിയെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഡെലിവറൻസ് വേണ്ട, സൗഖ്യം വേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ആ ആവശ്യം, ആ പ്രശ്നം നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ആ മേഖലയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക. ഞാൻ ആദ്യം നമ്മൾക്ക് ഡെലിവറൻസ് വേണ്ട, സൗഖ്യം വേണ്ട, വിടുതൽ വേണ്ട ചില പ്രശ്നങ്ങൾ പറയാം. പേര് മാത്രം: നിരാശ, ഭയം, കുറ്റബോധം, വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വാശി, വൈരാഗ്യം, പ്രതികാരചിന്ത, ആത്മഹത്യാ പ്രവണത, രോഗപീഠകൾ, നിയന്ത്രണമില്ലാത്ത ജഡികാസക്തി, നിയന്ത്രണമില്ലാത്ത ധനാസക്തി, മടി, അലസത, ആത്മീയ മന്ദത, കഠിനമായ ദുഃഖം, നിരീശ്വര ജീവിതം, കലഹിക്കുന്ന ദമ്പതികൾ, മക്കളെ വഴിതെറ്റിക്കുന്ന ദുരാത്മാക്കൾ, സാമ്പത്തിക ബന്ധനങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികളുടെ അവസ്ഥകൾ, വന്ധ്യത, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ഹൃദ്രോഗം, കിഡ്നി രോഗം, കാഴ്ചശക്തി കുറയുന്ന അവസ്ഥ, ഉദര രോഗങ്ങൾ, തെറ്റായ പ്രേമബന്ധങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥ. ഇന്നും ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കുമോ, നൈറ്റ് വിജിലിനെ എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുമോ. ഇതൊക്കെ ഓരോരോ ബന്ധനങ്ങളാണ്. ഇതിൽ പലതും നമുക്കുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ തിന്മകളെല്ലാം നമ്മളെ വിട്ടുപോകുന്നതിന് വേണ്ടി ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിലുള്ള പൊടി വിശ്വാസം, പൊടി അഭിഷേകം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. കണ്ണടച്ച് നിൽക്കുക. കർത്താവായ ഈശോയുടെ നാമത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സകലത്തിൻ്റെ മേൽ അധികാരം നേടിയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. യേശു കൽപ്പിച്ചാൽ രോഗം മാറും, യേശു കൽപ്പിച്ചാൽ പിശാച് വിട്ടുപോകും, യേശു കൽപ്പിച്ചാൽ ഏത് ബന്ധനവും മാറിപ്പോകും, ഏത് കെട്ടുകളും അഴിയും. അതുകൊണ്ടാണ് ഈശോയുടെ ഈ രൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ കുരിശുരൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുള്ള തിന്മകൾ നിങ്ങളെ വിട്ടുപോകാൻ വേണ്ടി ഞാനിപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശയുള്ള എല്ലാവരും നിരാശയെ സമർപ്പിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നു, ഈശോയെ ഇവരിലുള്ള എല്ലാ നിരാശയും, ആ നിരാശയുടെ ദുഷ്ടാത്മാക്കളെയും അവിടുന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച്
അവരെ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ കെട്ടുകളെല്ലാം പൊട്ടിപ്പോകട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയത്തിന്റെ ആത്മാവുള്ളവരുണ്ട്. ഭയം ഒരു ദുരാത്മാവാണ്. ആ ഭയത്തിന്റെ ദുരാത്മാവുള്ളവരാൽ അതിനാൽ പീഡിപ്പിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭയം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വിട്ടുപോകണമെന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയത്തിൽ നിന്ന് നിങ്ങൾ വിമോചിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റബോധം മറ്റൊരു പൈശാചിക ബന്ധനമാണ്. കുറ്റബോധമുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ കുറ്റബോധത്തിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരാകട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെറുപ്പ് പിശാചിന്റെ ഒരു ബന്ധനമാണ്. വെറുപ്പുള്ള ഒരുപാട് പേരുണ്ട്. കർത്താവേ, വെറുപ്പുള്ളവരെല്ലാം സമർപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അവരെ സമർപ്പിച്ച് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെറുപ്പിന്റെ എല്ലാ കെട്ടുകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ട്. അവരെ സമർപ്പിക്കുന്നു. അവരെ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ കെട്ടുകളെല്ലാം യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ക്ഷമിക്കുവാനുള്ള പുതിയ അഭിഷേകം അവർക്ക് ലഭിക്കട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാശിയുള്ളവരുണ്ട്. എന്ത് വന്നാലും വിട്ടുകൊടുക്കാൻ പറ്റാത്തവര്, എന്ത് വന്നാലും ക്ഷമിക്കാത്തവരുണ്ട്. കർത്താവെ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ബന്ധിച്ചിരിക്കുന്ന വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയുമായ ദുഷ്ടാരൂപികൾ വിട്ടുപോകട്ടെ എന്നും അവർക്ക് സ്വാതന്ത്ര്യവും സൗഖ്യവും ലഭിക്കട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രതികാര ചിന്തയുള്ളവരെ സമർപ്പിക്കുന്നു. പ്രതികാര ചിന്തയുടെ ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. അവർക്ക് സ്വാതന്ത്ര്യവും സൗഖ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മഹത്യ പ്രവണതയുള്ളവരെ സമർപ്പിക്കുന്നു. സ്വയം മരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സമർപ്പിക്കുന്നു. കർത്താവെ, നിരാശയുടെ ദുരാത്മാവ് അവരെ ആഴത്തിൽ ബന്ധിച്ചിരിക്കുന്നു. ആ ദുഷ്ടാരൂപികൾ അവരെ വിട്ടുപോകണം. ആത്മഹത്യാ പ്രവണതയുള്ള എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കിട്ടട്ടെ. ആത്മഹത്യാ പ്രവണത എന്നേക്കുമായി അവരിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരം രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവരുണ്ട്. മരുന്ന് കൊണ്ടും ചികിത്സ കൊണ്ടും ഒന്നും സൗഖ്യം കിട്ടാത്തവരും ചികിത്സിക്കാൻ പണമില്ലാത്തവരും മാറാരോഗികളുമൊക്കെയുണ്ട്. കർത്താവെ, അവരെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് സൗഖ്യം കിട്ടണമെന്ന്, നീ അവർക്ക് സൗഖ്യം നൽകണമെന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗപീഠകളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ജഡികാസക്തിയുടെ ബന്ധനത്തിൽ കിടക്കുന്നവരുണ്ട്. വലിയ ജഡികാസക്തിയുടെ ബന്ധത്തിൽ കിടക്കുന്നവര് അവര് തന്നെ അതിൽ നിന്ന് മോചനം നേടുമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പറ്റുന്നില്ല. അതേ കർത്താവെ, അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ജഡികാസക്തിയുടെ എല്ലാ ദുഷ്ടാരൂപികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവരെ വിട്ടുപോകട്ടെ എന്ന്, കഠിനമായ ജഡികാസക്തിയിൽ നിന്ന് എന്നേക്കുമായി അവർക്ക് മോചനം കിട്ടട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമിതമായ ധനാസക്തികളുള്ളവരുണ്ട്. അവരെ സമർപ്പിക്കുന്നു. ആ ധനാസക്തിയുടെ ദുരാത്മാക്കള് അവരെ വിട്ടുപോകട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മടിയുള്ളവരുണ്ട്. അവരെ സമർപ്പിക്കുന്നു. വല്ലതും ചെയ്യണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. കർത്താവെ, ഇത് ബന്ധനമാണ്. ആ മടിയുടെ ബന്ധനത്തെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മടിയും ആലസ്യവുമെല്ലാം അങ്ങനെയുള്ളവരിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അലസതയുള്ളവരിൽ നിന്ന് അലസത വിട്ടുപോകട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മന്ദതയുള്ളവരുണ്ട്. ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാത്തവരുണ്ട്. കർത്താവരെ സമർപ്പിച്ച് അവരിലുള്ള ബന്ധനങ്ങൾ അവരെ വിട്ടുപോകട്ടെ, ആത്മീയ ബന്ധനങ്ങൾ തകരട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഠിനമായ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ദുഃഖത്താൽ വളരെയധികം കഷ്ടപ്പെട്ട് വേദനിച്ച് കഴിയുന്നവരുണ്ട്. കർത്താവെ, പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ ഈ കാലഘട്ടത്തിലുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൻ്റെ കെട്ടുകൾ യേശുനാമത്തിൽ പൊട്ടിപ്പോകട്ടെ. അവരുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് സമാധാനവും ശാന്തതയും പ്രത്യാശയും സ്നേഹവുമെല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിരീശ്വര ചിന്തകളാൽ ജീവിതം നയിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ചെറുപ്പക്കാരും പ്രായമായവരുമൊക്കെയുണ്ട്. കർത്താവെ, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അതൊരു ബന്ധനമാണ്. കർത്താവെ, ആ ബന്ധനത്തെ
അവിടുന്ന് പൊട്ടിക്കണമേ. അവരിൽ കുടികൊള്ളുന്ന ദുഷ്ടാരൂപികളെ അവിടുന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തെ നിറയ്ക്കണമേ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം, ദൈവമേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ കലഹിക്കുന്ന ദമ്പതികളെ സമർപ്പിക്കുന്നു. എല്ലാ ദമ്പതികളും ആഗ്രഹിക്കുന്നത് സമാധാനത്തിൽ കഴിയണമെന്നാണ്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. കർത്താവേ അതൊരു ബന്ധനമാണ്. ഒരുപക്ഷെ രണ്ടുപേർക്കും അല്ല ആരിലും ഒരാൾക്ക് ഈ ബന്ധനമുണ്ട്. കർത്താവേ അത്തരം ദമ്പതികളെ സമർപ്പിച്ചുകൊണ്ട് കലഹത്തിന്റെ ദുരാത്മാക്കള് അവരെ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതികളെയും ഈ രാത്രിയിൽ സ്വതന്ത്രരാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മക്കളെ വഴിതെറ്റിക്കുന്ന ദുഷ്ടാരൂപികൾ സജീവമാണ്. എത്രയോ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടും, എത്രയോ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടും, എത്രയോ മക്കള് പ്രായമാകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുത്തി പൈശാചിക ശക്തികളുടെ പുറകെ പോവുകയാണ്, നിരീശ്വരവാദത്തിൽ ജീവിക്കുകയാണ്. കർത്താവെ അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു, എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു, എല്ലാ പ്രായമായവരെയും സമർപ്പിക്കുന്നു. അവരിൽ കുടികൊള്ളുന്ന അന്ധകാര ശക്തികളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കുന്നു. അവരുടെ ദൈവവിശ്വാസത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് അവർ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സാമ്പത്തിക ബന്ധനങ്ങളുള്ളവരുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയാത്തവരുണ്ട്, എത്ര അധ്വാനിച്ചിട്ടും ജീവിതം മെച്ചപ്പെടാത്തവരുണ്ട്. കർത്താവിനെ സമർപ്പിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ ബന്ധനം അനുഭവിക്കുന്ന സകലതയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ എല്ലാ സാമ്പത്തിക ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതുപോലെ വിവാഹ തടസ്സമുള്ളവരുണ്ട്. കർത്താവ് അതൊരു എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്, പക്ഷേ വിവാഹം നടക്കുന്നില്ല. കർത്താവ് അനേകരുടെ വേദനയാണത്, അനേകരുടെ പ്രതിസന്ധിയാണത്. കർത്താവ് വിവാഹ തടസ്സത്തിന് കാരണമായ എല്ലാ ദുഷ്ടശക്തികളെയും, എല്ലാ തിന്മകളെയും, എല്ലാ കുറവുകളെയും നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. കർത്താവ് വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത അനേക ദമ്പതികളുണ്ട് കർത്താവെ, വന്ധ്യത അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, രോഗം ചികിത്സിച്ച് മടുത്തവരുണ്ട് കർത്താവെ, ജീവിതം നിരാശ കൊണ്ടുവന്നവരുണ്ട് കർത്താവെ, അവരെ സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമാതാവ് ജനിച്ചത് വന്ധ്യരായ മാതാപിതാക്കളിൽ നിന്നാണ്. സ്നാപകു ഞാൻ ജനിച്ച അങ്ങനെയാണ്, സഖറിയ ജനിച്ച അങ്ങനെയാണ്. അനേകരിലെ ബന്ധനങ്ങൾ, ഈ മേഖലയിലുള്ള ബന്ധനങ്ങൾ അവിടെ നിന്ന് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. കർത്താവെ വന്ധ്യത അനുഭവിക്കുന്ന മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും, എല്ലാ ഭാര്യാഭർത്താക്കന്മാരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുണ്ടാകാനുള്ള എല്ലാ തടസ്സങ്ങളെയും യേശുക്രിസ്തുവിന്റെ അത്യുന്നതമായ നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. കർത്താവെ അവരുടെ ഉദരത്തെ, അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവിനെ വർഷിച്ച് അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചിലതരം രോഗപീഠകൾ മൂലം കഷ്ടപ്പെടുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ക്യാൻസർ രോഗത്താൽ കഷ്ടപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ ഞാൻ തന്നെ ഒരു ക്യാൻസർ രോഗിയായി അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കുറേയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കർത്താവ് എൻ്റെ പ്രയാസം എനിക്കറിയാം, എൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാം, എത്ര ചികിത്സിച്ചാലും കടന്നു പോകുന്ന വേദനകൾ എനിക്കറിയാം. കർത്താവ് അതുകൊണ്ട് എല്ലാ ക്യാൻസർ രോഗികളെയും സമർപ്പിക്കുന്നു. കർത്താവ് അവരിലേക്ക് നിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ, നിന്റെ സൗഖ്യം കടന്നു ചെല്ലട്ടെ, നിന്റെ ആത്മാവ് കടന്നു ചെല്ലട്ടെ. എല്ലാ ക്യാൻസർ രോഗികളും ഈ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ അനേക ദുഷ്ടരോഗികളുണ്ട്, അനേക പേര് ദുഷ്ടരോഗത്താൽ കഷ്ടപ്പെടുന്നവരാണ്. കർത്താവെ അത് സമർപ്പിക്കുന്നു. കർത്താവെ ഹൃദ്രോഗമുള്ളവരുടെ ഒരു വലിയ പ്രശ്നം അമിതമായ ഭയമാണ്. എപ്പം വേണേ രോഗം വരാം, ഒരു നിമിഷം കൊണ്ട് മരിച്ചു പോകാം, അല്ല സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കാം. ഇങ്ങനെയുള്ള വലിയ ചിന്തകൾ കൂടി ഈ രോഗത്തോടൊപ്പം അവരെ അലട്ടുകയാണ്. കർത്താവ് അതുകൊണ്ട് അവരിൽ പലർക്കും മനസ്സമാധാനമില്ല, അവരുടെ കുടുംബാംഗങ്ങൾക്ക് മനസ്സമാധാനമില്ല. ഇത് കർത്താവെ എല്ലാ ഹൃദയ രോഗങ്ങൾ ഉള്ളവരെയും എല്ലാ ഹൃദ്രോഗികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദ്രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ, അവരുടെ രോഗാവസ്ഥകൾ അവരെ വിട്ടുപോകട്ടെ, അവരെ കുടികൊള്ളുന്ന
മരിക്കുമോ എന്നുള്ള ഭയം അവരെ വിട്ടുപോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാ കിഡ്നി രോഗികളെയും സമർപ്പിക്കുന്നു. കർത്താവെ, നിരന്തരമായ ഡയാലിസിസും മരുന്നും ഒക്കെ കഴിച്ചുകൊണ്ട് പോകുന്നവരുടെ വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ദാഹിച്ചാൽ ഇച്ചിരി വെള്ളം കുടിക്കാൻ പറ്റില്ല. അങ്ങനെ അവര് ശരീരത്തിലും മനസ്സിലും ഒക്കെ കഷ്ടപ്പെടുകയാണ്, സഹിക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം സഹിക്കുകയാണ്. കർത്താവെ, അവരെ എല്ലാ കിഡ്നി രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുരക്തത്താൽ അവരുടെ കിഡ്നികൾ ഈ സമയത്ത് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടെ. കിഡ്നിയിൽ ബാധിച്ചിരിക്കുന്ന രോഗാവസ്ഥകൾ അവരെ വിട്ടുപോകട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അതുപോലെ ഉദര രോഗങ്ങളെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നാനാതരത്തിലുള്ള ഉദര രോഗങ്ങൾ. കർത്താവെ, അവരുടെ ജീവിതം വളരെ സങ്കടകരവും ദയനീയവുമാണ്. മരുന്ന് കൊണ്ടൊന്നും അവർക്ക് സൗഖ്യം കിട്ടുന്നില്ല. അവരുടെ ജീവിതം സങ്കടകരമാണ്. കർത്താവ്, അങ്ങനെയുള്ളവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗപീഠകൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് എല്ലാ ഉദര രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ രോഗങ്ങൾ അവരെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അതുപോലെ ഉറങ്ങാൻ പറ്റാത്ത ധാരാളം പേരുണ്ട്. അവരെ സമർപ്പിക്കുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റാതെ ഭാരപ്പെട്ട മനസ്സുമായി കഴിയുന്ന അനേകരുണ്ട്. അതിലൊരാളാണ് എന്നോട് പ്രാർത്ഥന ചോദിച്ച വ്യക്തി. അങ്ങനെ അനേകരുണ്ട്. കർത്താവെ, അവരെ സമർപ്പിക്കുന്നു. നീ ഈ സമയത്ത് അവരുടെ ഉറക്കഗ്രന്ഥികളെ തൊട്ട് ഉണർത്തണമേ. ഉറക്കത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും നീ അഴിച്ചു മാറ്റണമേ. ഈ രാത്രി മുതൽ അങ്ങനെയുള്ളവർക്ക് ആഴത്തിൽ ഉറങ്ങുവാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതോടൊപ്പം മറ്റ് നിരവധിയായ ആവശ്യങ്ങളുള്ളവരുണ്ട്, പ്രാർത്ഥനാ നിയോഗങ്ങളുള്ളവരുണ്ട്. അതെല്ലാം സമർപ്പിക്കുന്നു. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, പരീക്ഷ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, കുടുംബത്തിൽ വളർച്ച ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്. കർത്താവ്, അങ്ങനെയുള്ള എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും വേദനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നെല്ലാവരും കരമുയർത്തുക, എല്ലാവരും കരമുയർത്തുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നസറായനായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാവർക്കും സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാനായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? സംഭവിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? നോക്കിക്കൊണ്ട് അത്ഭുതകരമായ വിടുതല്, അത്ഭുതമായ രോഗശാന്തികൾ, അത്ഭുതകരമായ ആന്തരിക സൗഖ്യങ്ങൾ, അത്ഭുതകരമായ പൈശാചിക വിടുതലുകൾ നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതി 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 സ്തുതി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ആരാധന. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആരുടെ മുമ്പിലാണ് പിശാചും രോഗവും ദുഃഖപ്രശ്നങ്ങളും തിന്മകളുമെല്ലാം കീഴടങ്ങുന്നത്? ആ നസറായനായ യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും മനസ്സാന്തരങ്ങളാകാൻ വേണ്ടി ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ ചെറിയ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കർത്താവെ ഒന്ന് സ്വീകരിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ
അവനാദ്യൻ അന്ത്യൻ യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല രാജാധിരാജാവും കർത്താതി കർത്താവും ദേവാദി ദേവനും അവൻ മാത്രമേ രാജാധിരാജാവും കർത്താതി കർത്താവും ദേവാദി ദേവനും അവൻ മാത്രമേ രാജാധിരാജാവും കർത്താതി കർത്താവും ദേവാദി ദേവനും അവൻ മാത്രമേ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ അവൻ ആൽഫാ ഒമേഗ അവനാദ്യൻ അന്ത്യൻ അവൻ ആൽഫാ ഒമേഗ അവനാദ്യൻ അന്ത്യൻ യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല കരങ്ങളടിച്ച് സ്വരമുയർത്തി കർത്താവിനെ ആരാധിച്ചിട്ട് പാടാം സൗഖ്യത്തിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി യേശുവേ മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പൊക്കും ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും അവൻ ആൽഫാ ഒമേഗ അവനാദ്യൻ അന്ത്യൻ അവൻ ആൽഫാ ഒമേഗ അവനാദ്യൻ അന്ത്യൻ യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും നമ്മെ സഹായിക്കാൻ എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും അവൻ ആൽഫാ ഒമേഗ അവനാദ്യൻ അന്ത്യൻ അവൻ ആൽഫാ ഒമേഗ അവനാദ്യൻ അന്ത്യൻ അവൻ ആൽഫാ ഒമേഗ അവനാദ്യൻ അന്ത്യൻ അവൻ ആൽഫാ ഒമേഗ അവനാദ്യൻ ഇരു കരങ്ങളും ഉയർത്തി അവൻ ആൽഫയും ഒമേഗയുമായ ദൈവത്തെ ഒന്നും ചേർന്ന് ആരാധിക്കാം. ആൽഫയും ഒമേഗയുമായവൻ, ആദിയും അന്ത്യമായവൻ, അവന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ നമ്മുടെ ഇടയിൽ. ഈ കൂടാരത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യം ആദിയും അന്ത്യമായവനാണ്. അവന്റെ സാന്നിധ്യത്താൽ ഈ കൂടാരം നിറയട്ടെ, നമ്മുടെ ജീവിതങ്ങൾ നിറയട്ടെ, കുടുംബങ്ങൾ നിറയട്ടെ, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ആത്മീയ ശരീരം എല്ലാം അഭിഷേക ശക്തിയും നിറയട്ടെ. ഇന്നും ജീവിക്കുന്നവനായ കർത്താവിന്റെ സാന്നിധ്യം, അവനേമായ അവിടുത്തെ ശക്തി നമ്മൾ നിറയട്ടെ, നിറയട്ടെ. ചേർന്ന് ആരാധിക്കുന്നവർ ചേർന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല 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 ഹല. യേശുവേ, യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി നിറയട്ടെ,
ദൈവാഭിഷേകം നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ. എല്ലാവിധ മരവിപ്പും എല്ലാവിധ തളർച്ചകളും യേശു നാമത്തിൽ അഴിയട്ടെ, യേശു നാമത്തിൽ അഴിയട്ടെ, യേശു നാമത്തിൽ അഴിയട്ടെ. ഓ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഗ്ലോറി 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 ഗ്ലോറി. അഭിഷേക ശക്തി, സ്തുതിയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നു. നമ്മിൽ നിറയട്ടെ, നമ്മൾ നിറയട്ടെ, ആത്മാവ് നിറയട്ടെ. ചേർന്ന് ആരാധിക്കട്ടെ. നാവിനെ വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാവരും ഈശോയെ ആരാധിക്കാം. ജീവിക്കുന്നവനായ യേശു തമ്പുരാൻ, ജീവിക്കുന്നവനായ യേശു തമ്പുരാന്റെ അത്ഭുതകരമായ സാന്നിധ്യം നിറയട്ടെ. Glory, 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 glory. അവൻ ആൽഫയും ഒമേഗയുമാണ്. ചേർന്ന് പാടാം. അവൻ ആൽഫ, അവൻ ആൽഫ, ആമേൻ. ഒമേഗ, യേശുവേ. അവനാദ്യൻ, അതെ, അവനാദ്യം അന്ത്യനുമാണ്. ചേർന്ന് അവൻ ആൽഫ, ആമേൻ. ഏറ്റുപാടാം. ഒമേഗ, യേശു. അവൻ ആദ്യൻ, അന്ത്യൻ. ആദ്യം അന്ത്യമായവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങ് ഞങ്ങളിൽ വന്നിറയണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ നിറയട്ടെ. പക്ഷെ മറ്റൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല, അങ്ങ് എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കണമേ. ഈശോയെ, അങ്ങ് മോശയോട് പറഞ്ഞല്ലോ, ഞാൻ നിന്റെ കൂടെ വരും. ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ഫറവോയോട് സംസാരിക്കുവാൻ വിക്കനായ മോശ വിസമ്മതിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരും. അവന്റെ സാന്നിധ്യമാണ് അവനെ ബലപ്പെടുത്തിയത്. ഫറവോയുടെ മുമ്പിൽ, അവന്റെ മുമ്പിൽ പോയി ജനത്തിന് വിടുതലിലേക്ക് നയിക്കുവാനുള്ള വാക്കുകൾ പറയുവാൻ അവനെ ബലപ്പെടുത്തിയത് ദൈവ സാന്നിധ്യമാണ്. ഇവിടെ ആഗ്രഹിക്കാം, ഒരിക്കൽ കൂടി കണ്ണുകളടച്ച് ഇരുകരങ്ങളും ആരോട് ചേർത്ത് പിടിച്ച് ഈശോയോട് പറയും, ഈ രാത്രിയിൽ ഈശോയെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഈശോ, എൻ്റെ കുടുംബത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. എൻ്റെ കുടുംബത്തിൽ ഉള്ള തിന്മയുടെ സാന്നിധ്യങ്ങളെ, അരൂപിയുടെ സാന്നിധ്യങ്ങളെ, അസ്വസ്ഥതയുടെയും രോഗത്തിൻ്റെയും കണ്ണുനീരിൻ്റെ സാന്നിധ്യങ്ങളെ മാറ്റിക്കൊണ്ട് അങ്ങ് എൻ്റെ കുടുംബത്തിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെയും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഇമ്മാനുവലാണ് അവിടുന്ന്. ഈശോയെ, എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, ശാന്തമായി നമുക്ക് ഇരുന്നു കൊണ്ട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ദൈവം സ്വർഗം ചായ്ച്ച് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ് ഇന്ന്. ലോകം മുഴുവൻ അനേകായിരം മനുഷ്യര് ശാലോമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നൊരു ദിനം. ഇവിടെ ഒരു ഇന്ത്യയിലെ ഒരു സുപ്രസിദ്ധനായ സെലിബ്രിറ്റി ട്രെയിനറും ന്യൂട്രീഷനിസ്റ്റുമായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് റയൻ ഫെർണാണ്ടസ് എന്നാണ്. സെലിബ്രിറ്റികളെ ട്രെയിൻ ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ നിസ്സാരക്കാരല്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി വിരാട് കോഹ്ലി മുതൽ ബോളിവുഡിലെ പ്രമുഖരായ നടന്മാരെ വരെ അവർക്കെല്ലാം എങ്ങനെ ആരോഗ്യം നിലനിർത്താം, എങ്ങനെ ചെറുപ്പമായി നിൽക്കാം, എങ്ങനെ നല്ല സുന്ദരന്മാരും സുന്ദരികളായിട്ടൊക്കെ നടക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന, ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റയൻ ഫെർണാണ്ടസ്. അദ്ദേഹം ഇങ്ങനെ പലരെയും ഇങ്ങനെ ഗൈഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആപ്തവാക്യമുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: യുവർ ബോഡി ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ റിയൽ എസ്റ്റേറ്റ്. യുവർ ബോഡി ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരമാണ് ഏറ്റവും വിലപ്പെട്ട റിയൽ എസ്റ്റേറ്റ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് പണമുണ്ട്,
ആഡംബര വാഹനങ്ങളുണ്ട്, നല്ല വീടുണ്ട്, നല്ല ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആരോഗ്യം നശിച്ചാൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി മൂല്യമുള്ളൊരു വ്യക്തിയാണ്. 100 ഏക്കർ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം, അദ്ദേഹത്തിന് ചോറുണ്ണാൻ പറ്റുകയില്ല, നല്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റുകയില്ല. ചേന പുഴുങ്ങിയത് കഴിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുഴുങ്ങി കഴിക്കാനേ പറ്റുള്ളൂ. കാരണം ആരോഗ്യം സമ്മതിക്കുന്നില്ല. ഇവിടെ ഒരു ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എല്ലാം നശിക്കുമെന്ന് ഈ സെലിബ്രിറ്റികൾക്ക് അറിയാവുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ലക്ഷക്കണക്കിന് രൂപയാണ് തങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സെലിബ്രിറ്റികൾ മുടക്കുന്നത്. ശരിയല്ലേ? അവർ സൗന്ദര്യം നിലനിർത്തുന്നില്ല, അവർ ഫീൽഡ് ഔട്ടായി പോകും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് ഈ ആപ്തവാക്യം കേട്ട സമയത്ത് യുവർ ബോഡി ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ റിയൽ എസ്റ്റേറ്റ് എന്ന വാക്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ശരിയാണല്ലോ, ശരീരം ഏറ്റവും വിലപ്പെട്ടതാണ്, ആരോഗ്യം നശിച്ചാൽ എല്ലാം പോകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം തന്നു. അങ്ങനെയെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ആത്മാവിന് എത്രയധികമായി വിലയുണ്ടാവും. ഈ ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ചട്ടക്കൂട് മാത്രമാണ് നമ്മുടെ ശരീരം. ആ ആത്മാവിന് എത്രയധികം വിലയുണ്ടാവും. പ്രിയപ്പെട്ടവർ, എത്രമാത്രം വിലയുണ്ടാവും? നമ്മുടെ ആത്മാവിൻ്റെ വില എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ വിലയാണ് കുരിശിൽ കിടക്കുന്നവൻ്റെ ജീവൻ്റെ വില. കാരണം നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി, പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് വിടുവിക്കാൻ, നമ്മുടെ ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. ആര് മരിച്ചു? സ്വർഗപിതാവ് തൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കുരിശിൽ ഒരു ബലിയായി സമർപ്പിച്ച് നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി. അപ്പോൾ എത്രമാത്രം മൂല്യമുള്ളതാണ് നമ്മുടെ ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജിമ്മിൽ പോകും മസിൽ വരിപ്പിക്കാൻ, അല്ലേ? ബ്യൂട്ടി പാർലറിൽ പോകും മോഹമൊക്കെ മിനുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മിനുക്കേണ്ട കാര്യമില്ല. അതിനേക്കാൾ മിനുക്കമുള്ളതാക്കി തീർക്കേണ്ടത് എന്തിനെയാണ്? നമ്മുടെ ഉള്ളിലുള്ള ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ലോകം മുഴുവനുള്ള സകല ഭൗതികമായ നന്മകളും നമ്മൾ നേടിയാലും നമ്മുടെ ഉള്ളിൽ ദൈവം സൗജന്യമായി നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവ് നശിച്ചാൽ എല്ലാം പ്രയോജനരഹിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാൾ മൂല്യമുള്ളതാണ് നമ്മുടെ ആത്മാവെന്ന് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഈ ആത്മാവിനെ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് കാൽവരിയിൽ അവിടുന്ന് 2024 വർഷങ്ങൾ മുമ്പ് ഒരു ബലിയായി തന്നെ സമർപ്പിച്ചത്. ഇന്നും ആ ബലിയുടെ യോഗ്യതകളാണ് നമ്മൾക്കൊരു പ്രതീക്ഷയുള്ളത്. എന്താണ്? നാളെ നമ്മൾ സ്വർഗത്തിൽ പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമില്ലാത്തവരുടെ കൈ ഉയർത്തിക്ക്. കൈ ഉയർത്തി. ആഗ്രഹം ഇല്ലാത്തവരുടെ കൈ വെച്ച്. ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്താവോ? പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നമ്മൾ സ്വർഗത്തിൽ പോകണം. നമുക്ക് ആഗ്രഹമുണ്ട്. ആ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത ദൈവം നമുക്ക് നേടിത്തന്നത് അവന്റെ ഏകപുത്രനെ ബലിയായി സമർപ്പിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ ഒരു ബലിയായി സമർപ്പിച്ചത് നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ വീണ്ടെടുക്കാനും രക്ഷയിലേക്ക് നയിക്കാനും വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയണം. ഈ രാത്രിയിൽ ദൈവം ഈ കൂടാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് ആവശ്യമായ ആത്മീയ ഭക്ഷണം നൽകി, ആത്മീയ ഭോജനം നൽകി, അഭിഷേകം നൽകി നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിന് ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ രാത്രിയിൽ ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വന്നിരിക്കുന്ന എന്തിനാ? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരും വന്നിരിക്കുന്ന എന്തിനാ? എൻ്റെ മുട്ടുവേദന മാറണം, എൻ്റെ നടുവിന് വേദന മാറണം, എൻ്റെ കൊച്ചിന് IELTS പാസ്സാകണം, എനിക്ക് നല്ല ജോലി കിട്ടണം, ആണോ? പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ മൂല്യമുള്ള കാര്യമാണ് ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. എന്താണെന്നറിയാവോ? നിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന് ആവശ്യമായ ആത്മീയ ഭോജനം, സ്വർഗീയ ശക്തി, സ്വർഗീയ അഭിഷേകം, ദി കിങ്ലി അനോയിന്റിംഗ് കർത്താവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം.
ഈ ദൈവത്തെ നമുക്ക് സ്തുതിക്കണം, ആരാധിക്കണം. കാരണം അവിടുന്ന് സൗജന്യ ദാനമായി നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ, അവിടുന്ന് സൗജന്യ ദാനമായി നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ഓർത്ത് നമുക്ക് നന്ദി പറയണം. അവിടുത്തെ സ്തുതിക്കണം, അവിടുത്തെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ ദൈവത്തിന് ശക്തിയുണ്ട്, ആരാധനയിൽ ദൈവത്തിന് വിടുതലുണ്ട്. ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തെ, ഈ ശരീരത്തെയും നമ്മുടെ ഉള്ളിൽ നമുക്കായി നൽകിയിരിക്കുന്ന ആത്മാവിനെയും സ്വർഗത്തിൻ്റെ മുൻപിലേക്ക്, ഈശോയുടെ കയ്യിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ആത്മാവിന്റെ സ്ഥിതി ഒന്ന് തിരിച്ചറിയുക. ഒത്തിരിയേറെ കുറവുണ്ടാവാം, ഒത്തിരിയേറെ ബലഹീനതകൾ, കറകൾ നമ്മുടെ ആത്മാവിന് മേലുണ്ടാവും. ആ കറകളെയൊക്കെ ഇന്ന് വിശുദ്ധീകരിക്കുന്ന ദൈവം തന്റെ അഭിഷേക ശക്തി നമ്മളിലേക്ക് അയക്കും. അവിടുത്തെ ആരാധിക്കുമ്പോൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് അവിടുത്തെ സ്തുതിക്കുമ്പോൾ, അവിടുത്തെ ആരാധിക്കുമ്പോൾ ദൈവം തന്റെ അഭിഷേകം നമ്മളിലേക്ക് പകരും. ഇരുകരങ്ങൾ ഉയർത്തി നമ്മിലേക്ക്, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, അവിടുത്തെ കൃപ ഈ രാത്രിയിൽ നമ്മുടെ മേൽ വർഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഈശോയെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു എന്ന് ചേർന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല, ഹല, ഹല. കർത്താവേ, അങ്ങ് എന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ഏറ്റെടുക്കണമേ. ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദാനമായി നൽകിയ രക്ഷയോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. സബയ, സബര, സബര, സബര. ഹല, 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 ഹല. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവശക്തിയെ നിറയട്ടെ, ദൈവശക്തിയെ നിറയട്ടെ, അഭിഷേകത്തെ നിറയട്ടെ, ദൈവിക സാന്നിധ്യത്തെ നിറയട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല, 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 ഹല. ദൈവശക്തിയാൽ നിറയാൻ യഹോവയായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. യഹോവയുടെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല, 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ അടിച്ച് ദൈവസ്തുതികളോട് ചേർന്ന് നമുക്ക് ഈശോ ആരാധിക്കാം. ഈ ഗാനത്തിന്റെ ഈരടികളോട് ചേർന്ന് കരങ്ങളടിച്ച് ഒന്ന് ചേർന്ന് ആരാധിക്കാം. കരങ്ങളടിക്കാം ചേർന്ന് ശക്തിയോടെ. ആമേൻ. ഒന്ന് കരങ്ങൾ ഉയർത്തിയടിച്ചേ. ചേർന്ന് എല്ലാവരും ചേർന്ന് സ്തുതിയോടെ. ശക്തി പ്രാപിച്ചിടുക എന്റെ ആത്മാവേ, സൗഖ്യം പ്രാപിച്ചിടുക എൻ മനമേ. കരയരുതേ, നീ തളരരുതേ, ദൈവസ്തുതിയാലുള്ള നിറഞ്ഞിടട്ടെ. യഹോവയാണെന്റെ ദൈവമെന്നും അവൻ നിന്റെ ബലമെന്നും അറിയുക നീ. ശക്തി പ്രാപിച്ചിടുക എന്റെ ആത്മാവേ, സൗഖ്യം പ്രാപിച്ചിടുക എൻ മനമേ. കരയരുതേ, നീ തളരരുതേ, ദൈവസ്തുതിയാലുള്ള നിറഞ്ഞിടട്ടെ. യഹോവയാണെന്റെ ദൈവമെന്നും അവൻ നിന്റെ ബലമെന്നും അറിയുക. കരങ്ങൾ ഉയർത്തി വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ഇസ്രായേലിൻ പരിശുദ്ധനെ. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ദൈവത്തിൻ തിരുനാമത്തെ. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ഇസ്രായേലിൻ പരിശുദ്ധനെ. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ദൈവത്തിൻ തിരുനാമത്തെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വലിയ അഭിഷേകത്തോടെ ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരും. അവൻ ഏക രക്ഷകനാണ്, അവൻ അപരിമേയനാണ്, അവൻ അതിശക്തനായ ദൈവമാണ്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ മാറ്റിക്കളയുവാൻ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. വിശ്വാസത്തോടെ ഈ ആരാധനയോട് ചേരാം. കരങ്ങളടിച്ച് ശക്തിയോടെ ഒരിക്കൽ കൂടി എല്ലാവരും ചേരുന്നു. എല്ലാവരും ചേർന്ന് പാടിക്കേ. ഗ്ലോറി, ഗ്ലോറി. അനുഗ്രഹം പ്രാപിക്ക
സ്തുതിച്ചിടുവിൻ. ആമേൻ. ആനന്ദം ലഭിക്കാൻ സ്തുതിച്ചിടുവിൻ. ചേർന്ന് പാടാമോ? ആത്മാവ് ലഭിക്കാൻ സ്തുതിച്ചിടുവിൻ. ഈശോ. അഭിഷേകം ലഭിക്കാൻ സ്തുതിച്ചിടുവിൻ. അഭിഷേകം അനുഗ്രഹം പ്രാപിക്കാൻ ഓ സ്തുതിച്ചിടുവിൻ. സ്തുതിക്കണമേ. ആനന്ദം ലഭിക്കാൻ സ്തുതിച്ചിടുവിൻ. ഈശോ. ആത്മാവ് ലഭിക്കാൻ സ്തുതിച്ചിടുവിൻ. ഈശോ. അഭിഷേകം ലഭിക്കാൻ സ്തുതിച്ചിടുവിൻ. വാഴ്ത്തിയിടാം. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ഇസ്രായേലിൻ. ഇസ്രായേലിൻ പരിശുദ്ധനെ. വാഴ്ത്തിടാം. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ദൈവത്തിൻ തിരുനാമത്തെ. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ഇസ്രായേലിൻ പരിശുദ്ധനെ. ആമേൻ. വാഴ്ത്തിടാമെന്നും വാഴ്ത്തിടാം ദൈവത്തിൻ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് വാഴ്ത്താം. ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് നല്ലവനായ ദൈവത്തെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ഒന്ന് ചേർന്ന് നമ്മൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആരാധന, 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 ആരാധന. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല, 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 ഹല. Glory, 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 glory. ഹല, 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 ഹല. ദൈവമേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മക്കളോട് ചേർന്ന് ആരാധിക്കുന്നു. സഭയോട് ചേർന്ന് ഞങ്ങളെ ആരാധിക്കുന്നു. എല്ലാ രക്തസാക്ഷികളോട് ചേർന്ന് ഞങ്ങളെ ആരാധിക്കുന്നു. എല്ലാ വിശ്വാസികളോട് ചേർന്ന് ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് ഞങ്ങളെ ആരാധിക്കുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ ഈശോയെ. ചേർന്ന് ഈശോയെ. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുശക്തി നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ, ദൈവാത്മാവിനാൽ നിറയപ്പെടട്ടെ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ചേരുന്നു, വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ഭാഷപരമുള്ള ഒരു ഭാഷ സ്തുതിക്കാമോ? ഹല്ലേലൂയ, യേശുവേ. ഹല, 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 ഹല. ഹല, 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 ഹല. ദൈവിക സാന്നിധ്യം നിറയട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. എല്ലാ കണ്ണുനീരിന്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. സ്തുതിയുടെ ആത്മാവ് എല്ലാ സങ്കടങ്ങളിലേക്ക് നിറയട്ടെ. ശൂന്യമായ ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ നിറയട്ടെ. ഓ ശങ്കപ്പെട്ടിയ ഹൃദയങ്ങൾ ദൈവകൃപയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. തകർന്ന ദാമ്പത്യ ബന്ധങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല, 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 ഹല. ദൈവശക്തി, സ്തുതിയുടെ ആത്മാവ്, സ്തുതിയുടെ ആത്മാവ്, സ്തുതിയുടെ അഭിഷേകം നിറയുന്നു. ഹല, 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 ഹല. ആരാധന, ആരാധന, ആരാധന. എല്ലാവരും ചേർന്ന് ആരാധിക്കാൻ, ആരാധിക്കാൻ ദൈവശക്തി നിറയട്ടെ. ഹല്ലേലൂയ, യേശുവേ. ചേർന്ന് പാടാമോ? യേശുവേ. ചേർന്ന് വിളിക്കാമോ? യേശുവേ. ഹല, 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 ഹല. ഗ്ലോറി, 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 ഗ്ലോറി. ഈശോ, ഈശോ, ഈശോ. ഓ ഈശോ, ഈശോ. യഹോവയായ ദൈവം, യഹോവയായ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ഇതാ അഭിഷേക ശക്തി നിറയട്ടെ. ഹല, 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 ഹല. ശബറ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 ബ
ചേർന്ന് കരങ്ങളടിച്ച് ഈരടികളോട് ചേർന്ന് പാടാം. ഈശോ. ഈശോയേ, ഈശോയേ, എല്ലാവരും ചേർന്ന് യേശുനാമം വിളിക്കുന്നു. ഈശോയേ, ഈശോയേ, ഈശോ. ഈശോയേ, ഈശോയേ, ഈശോ. ഈശോയേ, ആമേൻ. ഈശോയേ, ഈശോ. ഈശോയേ, ഈശോയേ, ഈശോയേ. ഈശോയേ, ഈശോയേ. ഈശോയേ, ഈശോയേ. ഈശോയേ, ആമേൻ. ഈശോയേ, ഈശോ. ഈശോയേ, ഈശോ. ഈശോയേ, ഗ്ലോറി. ഈശോയേ, ഈശോ. ഈശോയേ, ഈശോ. ഈശോയേ, ഈശോ. ഈശോയേ, ഈശോ. ഈശോയേ, ഈശോയേ, ഈശോയേ. ഈശോയേ, ഈശോ. ഈശോയേ, ഈശോ. ഈശോയേ, ഈശോയേ, കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഈശോ. ഈശോയേ, ഈശോയേ, ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ. ക്രൂശിൽ നമുക്കായി ബലിയായി തീർന്ന യേശുനാമത്തിന്റെ ശക്തി നിറയട്ടെ.
യേശുനാമത്തിന്റെ ശക്തി നിറയട്ടെ, യേശുനാമത്തിന്റെ ശക്തി നിറയട്ടെ, യേശു സാന്നിധ്യം നിറയട്ടെ, യേശുവിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ 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 നാവനെ വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് കരമുയർത്തി ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിക്കുന്നു. ഈശോയേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവശക്തി നിറയട്ടെ, യേശുനാമത്തിന്റെ ശക്തി നിറയട്ടെ, യേശുനാമത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, യേശുനാമത്തിന്റെ ശക്തി നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിറയട്ടെ, യേശുനാമത്തിന്റെ ശക്തി രോഗഗ്രസ്തമായ ശരീരങ്ങളിൽ നിറയട്ടെ. യേശുവേ യേശുവേ യേശുനാമത്തിന്റെ ശക്തി നമ്മുടെ കൃഷിയിടങ്ങളിൽ നിറയട്ടെ, യേശുനാമത്തിന്റെ ശക്തി നമ്മുടെ ബിസിനസ്സുകളിൽ നിറയട്ടെ, യേശുനാമത്തിന്റെ ശക്തി അഭിഷേകമായി നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഈശോ ഈശോയേ ചേർന്ന് എല്ലാവരും ചേർന്ന് പാടുന്നു. ഈശോയേ ഈശോയേ ഈശോ ഈശോയേ ഈശോയേ പാടാം. ഈശോയേ ഈശോയേ ഹൃദയത്തിൽ നിന്ന് ദാഹത്തോടെ വേദനയോടെ കണ്ണുനീരോടെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് ഈശോയെ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കാതെ എന്നെ പറഞ്ഞു വിടല്ലേ. ഈശോയെ അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി എനിക്കായി ഈ രാത്രിയെ മാറ്റണമേ. ഈശോയെ 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 ഈശോ ഈശോയെ ഈശോയേ 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 ഈശോയെ ഈശോയേ ഈശോയേ ഈശോയേ. കണ്ണുകളടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ട ഈശോയുടെ നാമത്തിന്റെ ശക്തി നമ്മൾ നിറയട്ടെ. നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്നവന്റെ ആ സ്വർഗീയ അഭിഷേക സാന്നിധ്യം നമ്മളിൽ നിറയട്ടെ. സ്വർഗം നമുക്കായി നൽകിയ സമ്മാനമാണ് യേശു എന്ന നാമം. യേശു രക്ഷയ്ക്കായി, ലോകത്തിനായി, നമുക്ക് ഓരോരുത്തർക്കായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, നമ്മുടെ കുടുംബങ്ങൾക്കായി രക്ഷയ്ക്കായി നൽകിയ നാമമാണ് യേശുനാമം. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ബലിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനങ്ങളെയും നമ്മുടെ വേദനകളെയും രോഗങ്ങളെയും കണ്ണുനീരും തുടയ്ക്കുവാൻ അവിടുന്ന് നമുക്കായി ഒരു ബലിയായി തീർന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവീയ കാര്യങ്ങൾ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശ്യനാകേണ്ടിയിരുന്നു. നമ്മൾ ഓരോരുത്തരോടും സദൃശനാകാൻ വേണ്ടി ഈശോ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. വീണ്ടും വായിക്കുകയാണ്: അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനായി തീർന്നുകൊണ്ട് സഹനങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ അവനും കടന്നുപോയി. എന്തിനു വേണ്ടിയാ? നമ്മുടെ വേദന എന്തെന്ന് അവൻ തിരിച്ചറിയാൻ, നമ്മുടെ വേദനകളിൽ നമ്മോട് താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് വേണ്ടി നമുക്ക് മുൻപേ അവൻ യാത്ര ചെയ്തു. കുരിശിന്റെ വഴിയിലൂടെ, സഹനത്തിന്റെയും കണ്ണുനീരിന്റെയും വഴിയിലൂടെ അവൻ നമുക്ക് മുൻപേ യാത്ര ചെയ്യും. നിനക്ക് സൗഖ്യം ലഭിക്കാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ, നിന്റെ തകർച്ചകൾ ഏറ്റെടുക്കാൻ അവൻ നിനക്ക് മുൻപേ പോയി. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആദ്യത്തെ ഈരടികൾ ആബാ യഹോവ, ഈരടികൾ നമുക്കൊന്നു ചേർന്ന് പാടിക്കൊണ്ട് നമുക്ക് വേണ്ടിയായി ബലിയായി തീർന്നവനെ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. അതെ, അവൻ ആൽഫയും ഒമേഗയും. അവൻ
നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഒരുത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിരിക്കും. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹീതനായ വ്യക്തി, നിധി കണ്ടെത്തിയ ഒരു വ്യക്തി താൻ കണ്ടെത്തിയ നിധിയെക്കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് എന്നാൽ കർത്താവായ യേശു എന്ന വലിയ നിധിയെ കണ്ടെത്താൻ ഭാഗ്യം ലഭിച്ച ചന്ദ്രബോസ് എന്ന സഹോദരൻ, അദ്ദേഹം ബാംഗ്ലൂർ ജീവിക്കുന്ന വ്യക്തിയാണ്. കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. VRS എടുത്ത് മുഴുവൻ സമയവും സുവിശേഷം പ്രസംഗിക്കുന്നു. ജീവിത പങ്കാളിയും 3 മക്കളുമുണ്ട്. കുടുംബജീവിതം നയിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവസാക്ഷ്യം കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കാം. കരങ്ങളടിച്ച് വചനവേദിയിലേക്ക് സ്വീകരിക്കാം.